സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മുൻ AICC അംഗം വിജയൻ പൂക്കാടനാണ് പ്രതിഷേധവുമായി എത്തിയത്. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. കോൺഗ്രസ് പാർട്ടിയുടെ വില കളയരുതെന്നും വിജയൻ പൂക്കാടൻ ജനം TVയോട് പറഞ്ഞു. BJP വിട്ട സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കം കോൺഗ്രസിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അതിൽ രൂക്ഷ വിമർശനവുമായി മുൻ AICC അംഗം വിജയൻ പൂക്കാടൻ രംഗത്തെത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഒരു കഴിവും ഇല്ലാത്തയാളാണ്. എന്നാൽ സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടിയെഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയം തോന്നുന്നു. BJPയിൽ നിന്ന് ഒരാളെ പോലും കൂടെ കൊണ്ടുവരാൻ സന്ദീപിനെ കഴിഞ്ഞിട്ടില്ല. BJPക്ക് സന്ദീപിനെ വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് K. സുരേന്ദ്രൻ ഉൾപ്പെടെ പിടിച്ചു നിർത്താതിരുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് സന്ദീപിനെ പാർട്ടി കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നത് എന്നും KPCC സ്ഥാനം നൽകാൻ കഴിവുള്ള നിരവധി പേർ പാർട്ടിയിൽ ഉണ്ടെന്നും വിജയൻ പൂക്കാടൻ ജനം TVയോട് പറഞ്ഞു. CV വേലെന്തിരിക്കുന്നുണ്ട്. KPCC DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അർഹതപ്പെട്ടവനാ, അവന് ആയിട്ടില്ല. അതുമാതിരി പല നിങ്ങൾ പറഞ്ഞില്ലേ സുമേഷ്, അവർ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ആവാനെങ്കിലും യോഗ്യനാണ് അല്ലേ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അവിടെ TV ചന്ദ്രബോധനുണ്ട് തൃശ്ശൂർ, കേട്ടിട്ടില്ലേ നിങ്ങൾ? MLA ഇതൊക്കെയായിരുന്നു, ചെറുപ്പമല്ലേ. TV ചന്ദ്രബോധനെ ആക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ എത്രയോ ആളുകൾ നിൽക്കണു. ഒരു MLA അല്ല MP ഒന്നും അല്ലാണ്ട് ഈ പാർട്ടി പ്രവർത്തനമായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി എന്തെങ്കിലും അഡ്രസ്സ് വേണ്ടേ നാലാളെടുത്ത് നടക്കാനായിട്ട്. സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണമല്ല ദോഷമാണ് ചെയ്തത്. BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിലും കുറവ് ഭൂരിപക്ഷമാണ് രാഹുലിന് ലഭിച്ചത്. MT രമേശോ V. മുരളീധരനോ ശ്രീധരൻപിള്ളയോ വന്നാൽ ബഹുമാനിക്കാൻ തോന്നും. എന്നാൽ സന്ദീപ് ആരാണ് എന്നും പാർട്ടിയുടെ വില പൊതുജനങ്ങളുടെ മുന്നിൽ കളയരുത് എന്നും വിജയൻ പൂക്കാടൻ പറഞ്ഞു. കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഒരു ഇതിൽ സന്ദീപ് വാര്യർ ആരോ എന്തോ ആണെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ സന്ദീപിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ എനിക്കതിലൊരു വലിയൊരു അതിശയോക്തി തോന്നി. ആ തെരഞ്ഞെടുപ്പിൽ ഈ വളരെ ശക്തമായ രീതിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇയാൾ വന്നതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു. ഇവർ 3 ഗ്രൂപ്പായിട്ട് സ്കാറ്റർ ചെയ്ത് നിൽക്കുകയായിരുന്നു സന്ദീപ് വരുന്നവരെ. സന്ദീപ് വന്നപ്പോൾ പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജാക്കി മാറി അവർ. അപ്പോൾ അവരെല്ലാവരും കൂടി യോജിച്ചു ഈ 2 ദിവസം കൊണ്ട്. അതുകൊണ്ട് സന്ദീപ് തലേദിവസം ഇലക്ഷൻ്റെ തലേദിവസം വന്നിട്ട് പ്രചാരണം നിൽക്കുന്നതിൻ്റെ തലേദിവസം വന്നിട്ട് ഈ മാങ്കൂട്ടത്തിൻ്റെ വണ്ടിയുടെ മുകളിൽ കയറുന്നുകൊണ്ടൊന്നും വോട്ട് കിട്ടുമോ? കൂടാതെ വിഷയൻ താൻ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആക്രമണവുമായി രംഗത്തെത്തിയെന്നും എന്നാൽ അതൊന്നും താൻ ഗൗനിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, പാലക്കാട്.